രശ്മിക്കുട്ടി, ആരോടെങ്കിലും പറഞ്ഞാലേ എൻ്റെ ടെൻഷൻ മാറും. യമുന എനിക്ക് കെട്ടിച്ചേരണമെന്ന് നിന്റെ മുത്തച്ഛനോട് അച്ഛൻ പറയാൻ പോവാ. എവിടെ എൻ്റെ ചക്കരയല്ലേ? അച്ഛന് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേ. അമ്മവാ, യമുനയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് നമുക്കൊരു തീരുമാനം എടുക്കണം. അത് കൊള്ളാമല്ലോ. ഇതായി മനസ്സിൻ്റെ പൊരുത്തം എന്നൊക്കെ പറയുന്നത്. കേട്ടോ മോനെ, മദ്രാസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറുക്കനുണ്ട്. അവൻ്റെ പേര് ജീവാനന്ദൻ എന്നാണ്. അവൻ്റെ ഫോട്ടോ യമുന എന്നെ കാണിച്ചു. കാണാൻ നല്ല മിടുക്കൻ ചെറുക്കനാണ്. അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷേ അവന് മാധവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കല്യാണം നടക്കൂ. മോനെ, കുഞ്ഞിന് നല്ല സുഖമല്ലേ? എന്തു പറ്റി? ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് നടന്നിട്ട് വരാം. യമുനേ, 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 എന്താ? ഓ, ഒന്നുമില്ല. അമ്മാവൻ ഇപ്പോഴാ കാര്യം പറഞ്ഞത്. അവന്റെ പേരെന്താ? ജീവ. ജീവ. ഓ, ഞാൻ ചേട്ടനോട് പറയാനിരിക്കായിരുന്നു. അപ്പോഴേക്ക് അച്ഛൻ പറഞ്ഞു, ചേട്ടൻ ജീവയെ ഇന്ന് വൈകിട്ട് തന്നെ കാണുന്നു, ഹോട്ടൽ ഹോളിഡേ ഇൻ. പക്ഷെ ചേട്ടാ, ബില്ലിന്റെ പൈസ ജീവ തന്നെ പേ ചെയ്തോളും. ഇന്ന് ജീവയുടെ ട്രീറ്റാ. ജീവയുടെ ട്രീറ്റ് അല്ലേ? ഓക്കെ. Calling car number DLAN 3747 white Fiat car. कृपया पोर्टिको में आ जाइए. ड्राइवर बलवंत सिंह. ഹായ് അച്ഛാ, ഇതാണ് ജീവ. ഓ, നല്ല സ്മാർട്ടായിരിക്കുന്നു. ചുണ്ടിനൊക്കെ നല്ല നിറവുണ്ടല്ലോ. സിഗരറ്റ് വലിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലേ? ആ 3 ശീലങ്ങൾ എനിക്കില്ല. ഓ, 3 ശീലങ്ങളും. സാറിന് ആരും വിളിക്കുന്നല്ലോ? ആരാ? എനിക്കിവിടെ ആരെ അറിയാനാ? എവിടെ മിസ്റ്റർ മാധവൻ? അതല്ല, എനിക്ക് നേരത്തെ മനസ്സിലായി. ഇവളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാലേ നമ്മളെ. ഹലോ, ഐ എം മാധവൻ, മേജർ മാധവൻ. ജീവ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ സുന്ദരനാണ്. താങ്ക് യു. മരുമകനല്ല ഇയാള്. ആക്ച്വലി എൻ്റെ മകനാണ്. ഓ, ഇൻഫാക്ട് നിങ്ങൾ ഓക്കെ ചെയ്യേണ്ടത് ഇയാളാണ്. വരൂ, ആഹാരം കഴിച്ചോണ്ട് സംസാരിക്കാലോ. यहाँ टॉयलेट कहाँ है? Straight opposite जाइए, वही है. സോ, നിങ്ങളാണ് ആ കള്ളൻ? സർ, ഐ മീൻ യമുനയുടെ ഹൃദയം കവർന്ന ആ കള്ളൻ. അയ്യോ, ഞാൻ കള്ളനല്ല സർ, ഞാനൊരു പാവമാണ്. ഇൻഫാക്ട് യമുനയാണ് എൻ്റെ ഹൃദയം മോഷ്ടിച്ചത്. എനിക്കും സാറിനെ പോലെ ആർമി ചേരണമെന്നുണ്ടായിരുന്നു. മുടി പറ്റപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മുങ്ങി. अरे भाई साहब, माफ कीजिएगा, जरा सा गलती मैंने. No. It was my mistake. Please, sorry. Actually, I wasn't looking at you. സോറി സർ. कोई बात Okay, sir. Okay, sir. सॉरी हाँ, सॉरी. I'm ജീവ, okay. അറിയോ? ഓക്കെ. മുറിവൊന്നും പറ്റില്ല? എനിക്കൊന്നും പറ്റിയില്ല. എന്തു പറ്റി? ഒരു സർദാർജിയുടെ മേത്തേട്ട് ജീവി ഒന്ന് വീണു. അതെയോ? ഡൽഹിയിൽ തട്ടി വീഴുന്ന സിംഗിന്റെ പുറത്തായിരിക്കും അറിയാം, പക്ഷെ ഒരു സിംഗ് എന്റെ പുറത്ത് തട്ടി വീഴുന്ന പ്രതീക്ഷിച്ചില്ല. വേറെ ഇന്ന് സാറാണ് ബില്ല് പേ ചെയ്യാൻ പോകുന്നത്. ഇന്ന് അദ്ദേഹത്തിന് ട്രീറ്റ് ആണ്. സോ സലാം അവിടെ കൊടുത്താൽ മതി. എന്താ ഓർഡർ ചെയ്യേണ്ടത്? മേജർ സാറിന് എന്താ ഇഷ്ടം? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതാ എനിക്കും ഇഷ്ടം. എന്താ യമുനെ, ശരിയല്ലേ? താങ്ക് യു. കഴിക്ക. അധികം തണുത്തത് കഴിക്കേണ്ട, വല്ല അസുഖവും പിടിക്കും. അത് ശരിയാ. Excuse me. എന്താ ജീവ? പേഴ്സ് കാണുന്നില്ല. കാണുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് നോക്കൂ. ബസ്സിൽ എത്ര രൂപ ഉണ്ടായിരുന്നു ജീവ? യമുനെ, വരുമ്പോ ഒരു സിംഗ് എന്റെ മേത്ത് തട്ടിന്ന് പറഞ്ഞില്ലേ, അവനായിരിക്കും എന്റെ പേഴ്സ് മോഷ്ടിച്ചത്. അവനിപ്പോ ഞാൻ ശരിയാക്കുന്നുണ്ട്. വേണ്ട ജീവ. മിസ്റ്റർ, എന്റെ പേഴ്സ് എവിടെ? Where is my purse? कौन सा पर्स? നീ മോഷ്ടിച്ച എന്റെ പേഴ്സ്. You have stolen my purse. चोरी? और मैं यहाँ बैठ के खाना खा रहे और तू जान बचाने मुझे चोर बनाया? നീ കള്ളനാണ്ടാ. मैं क्या चोर Give my है? purse back.
കള്ളം പറയുന്നു. ഐ നീഡ് ടു ചെക്ക് യുവർ പോക്കറ്റ്സ്. പിന്നെ എന്റെ പേഴ്സ് എവിടെ പോയി? ജീവ പ്രശ്നം സാറിന് അറിയില്ല. ഇവൻ തന്നെ ആയിരിക്കും എടുത്ത്. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ടെന്ന് പോട്ടെ. എന്താ അത്? തിരിഞ്ഞേക്ക്. ഏയ് ജീവ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാധവന്റെ സിറ്റി ബാങ്ക് കാർഡുണ്ട്. വാ വാ വന്നിരിക്കെ. ഐ എം സോറി. ഐ എം എക്സ്ട്രീംലി സോറി. കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ? ആ. ഇരിക്കെ പ്ലീസ്. ഒരു 2 മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് പോവാം. ഇരിക്കെ. ആ സർദാർജി ഒരു പരുവാക്കിയല്ലേ? നിങ്ങൾ പേഴ്സ് കൊണ്ടുവന്നിരുന്നോ? അല്ല, എടുക്കാൻ മറന്നാണെന്ന് ചോദിച്ചാ. കാരണം 5 സ്റ്റാർ ഹോട്ടലിൽ വരുന്ന ഒരു പേഴ്സ് മോഷ്ടിക്കാൻ പതിവില്ല. ഭയങ്കര ദേഷ്യക്കാരനാണോ സാറ്? BP ഉണ്ടോ? പോരെങ്കിൽ ഇത് കോസ്റ്റ്ലി റെസ്റ്റോറൻറ്റും ആയിപ്പോയി. ഏയ് അത് സാരമില്ല. നന്നായി എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നത്. കൂൾ ഡൗൺ. പോ. സർ, ഒരു മിനിറ്റ്. ഓട്ടോക്കാരന് കാശ് കൊടുക്കുമ്പോൾ പേഴ്സ് ഉണ്ടായിരുന്നു. ലോബിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ സർദാർജി എൻ്റെ മേത്ത് തട്ടി വീണപ്പോൾ നിങ്ങളും എൻ്റെ മേത്ത് വീണിരുന്നു. സർദാർജി പോക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ പേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങളായിക്കൂടെ എൻ്റെ പേഴ്സ് എടുത്ത്? എനിക്ക് നിങ്ങളുടെ പോക്കറ്റ് ചെക്ക് ചെയ്യണം. ആർ യു ജോക്കിംഗ്? ഇല്ല സർ, സീരിയസ് ആയിട്ട് പറയാണ്. എനിക്ക് നിങ്ങളുടെ പോക്കറ്റ് ചെക്ക് ചെയ്തേ പറ്റൂ. എന്റെ മരുമകരത്തിന് സംശയിക്കുന്നോ നീ? അയാളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിയാമോ നിനക്ക്? വേണ്ട, please. പകതിരിവില്ലാത്തവൻ. നിന്റെ പേഴ്സ് എന്തിനാടാ എന്റെ മാധവന്? മര്യാദയ്ക്ക് ക്ഷമ ചോദിച്ചോ. പോയിക്കോളൂ. ഇപ്പൊ തന്നെ കാലിൽ വീഴണം. ഇപ്പൊ ഇവിടെ വെച്ച്. ജീവയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. ചേട്ടാ, ജീവയ്ക്ക് ഒരു അബദ്ധം പറ്റിയത് ഒന്നും തോന്നരുത്. വിഷമമൊന്നുമില്ല. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ കശപശ ഉണ്ടായല്ലോ. വേണ്ടായിരുന്നു. സ്കിപ്പ് ഇറ്റ്. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. ജീവ, ഇവിടെ നടന്നത്. അച്ഛാ, എന്താ? ഹോട്ടലിലെ സംഭവത്തിന് ശേഷം ജീവിയുടെ അമ്മാവന് തീരെ താല്പര്യമില്ല. നീ വിഷമിക്കണ്ട, ചീറപ്പ്, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാൽ കുറച്ച് സമയമെടുക്കും. അതുവരെ ജീവ ഡൽഹി നിൽക്കേണ്ട കാര്യമില്ല. മദ്രാസിൽ പോകുന്ന നല്ലത്. നീ വേണം ജീവയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എയർ ടിക്കറ്റ് കൊണ്ടുപോയി ജീവയുടെ കൈ കൊടുക്ക്. നാളെ രാവിലത്തെ ഫ്ലൈറ്റ്. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. നീ ചെല്ലേ. ടേക്ക് യുവർ ഓൺ ടൈം. ഏയ് കുഞ്ഞ് നല്ല ഉറക്കാ. ഇവിടെ കിടത്താം. ഞാൻ മലയമന്തർ അമ്പലത്തിൽ പോവാ. രാത്രി വരാൻ കുറച്ച് വൈകും. കുഞ്ഞിനുള്ള പാല് ഫ്ലാസ്കിലുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ മതി. യമുന എവിടെ ഇല്ലേ? എയർപോർട്ടിൽ പോയിരിക്കുക. അതെ, ആ പയ്യൻ ജീവ ഇന്ന് മദ്രാസ് പോകുന്നെന്ന്. താനല്ലേ ടിക്കറ്റ് എടുത്ത് കൊടുത്തത്? അവനെ യാത്രയാക്കാൻ പോയതാ. ഒരു ചെറിയ ഹെൽപ്പ്. അവളെ എയർപോർട്ടിൽ നിന്ന് മോൻ തന്നെ വിളിച്ചോണ്ട് വരണം. Excuse me, sir. Will you please find out whether my friend has boarded the flight? Name of the passenger Jiva. Destination Madras. Flight IC 540. IC 540? Yes. 8 minutes. No, he has not boarded the flight. ഹലോ, ദിസ് ഇസ് ജീവ. ഇന്ന് April 1 ആണ്. ഫൂൾസ് ഡേ ആയിട്ട് മേജർ സാറിനൊന്ന് ഫൂളാക്കാനാണ് നിങ്ങൾ എയർപോർട്ടിൽ വരുത്തിയത്. എന്താ ഇത്, പേപ്പർ കീറുന്ന ശബ്ദം എന്നല്ലേ ആലോചിക്കുന്നത്? കറക്റ്റ്. നിങ്ങൾ തന്നില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ്? അത് കീറിക്കളഞ്ഞതാണ്. കാരണം ഞാൻ ഡൽഹിയിൽ നിൽക്കണോ മദ്രാസിൽ പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല. പിന്നെ ഈ ചമ്മൽ സീരിയസ് ആക്കി
ആ ദേഷ്യം യമുനയോട് കാണിക്കരുത്. അവൾക്കിതിലൊന്നും പങ്കില്ല. എല്ലാം എൻ്റെ പ്ലാനാണ്. ഒരു ദിവസം ആരുടെയും ശല്യമില്ലാതെ യമുനയോടൊത്ത് സ്വസ്ഥമായി ചിലവഴിക്കണമെന്ന് തോന്നി. ഞങ്ങൾ പൊയ്ക്കോട്ടെ. ബട്ട് ഡോണ്ട് വറി, അവളെ സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിൽ എത്തിച്ചേക്കാം. ബൈ ദ വേ, ഒരു ചെറിയ കോംപ്ലിമെൻറ്റ്. കളർ ഡ്രസ്സിനേക്കാൾ മിലിറ്ററി യൂണിഫോമാണ് സാറിന് ചേർച്ച. ജയ് ഹിന്ദുസ്ഥാൻ, ജയ് ഹിന്ദ്. ഒരു ദിവസം ആരുടെയും ശല്യമില്ലാതെ യമുനയോടൊത്ത് സ്വസ്ഥമായി ചിലവഴിക്കണമെന്ന് തോന്നി. ഒരു ദിവസം ആരുടെയും ശല്യമില്ലാതെ യമുനയോടൊത്ത് സ്വസ്ഥമായി ചിലവഴിക്കണമെന്ന് തോന്നി.